ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത്. അപ്പൊ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിന്റെ വീക്കിലി ടാസ്ക് തുടങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ വീക്കിലി ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. അത് നല്ല ഒന്നാന്തരമായിട്ട് പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസ്. എന്തതായിരുന്നു ഇന്നലെ, എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കാൻ അറിയാൻ മേലാത്ത കുറെ കണ്ടസ്റ്റൻസ്. രാവിലെ ഒരു ഉച്ച വരെയൊക്കെ നമ്മുടെ ലൈവ് ശോകം വരുന്നുണ്ട്. ശോകം എന്ന് പറഞ്ഞാൽ ശോകം ഒന്നുമില്ലായിരുന്നു ലൈവിനകത്ത്. ഉച്ച കഴിഞ്ഞ് വീക്കിലി ടാസ്ക് കൊടുത്തു. വീക്കിലി ടാസ്ക് കൊടുത്താലും അതെങ്കിലും ഇതുങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ട് കളിക്കാൻ പാടില്ല, എന്നറിയാൻ പാടില്ലാത്ത നശിപ്പിച്ച് കുളം തോണ്ടി. അതിനി കുളം തോണ്ടാനൊന്നുമില്ല, അതുപോലെ ആക്കി ലാസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് ടാസ്ക് റദ്ദാക്കുക വരെ ചെയ്തു. ആ രീതിയിലോട്ട് കളിച്ച് നല്ല രീതിയിൽ കളിച്ച് നല്ല കുറെ. ദൈവമേ, ഇതിനൊക്കെ എവിടുന്നാ ബിഗ് ബോസിനെ ഇട്ടത്? ഇങ്ങനെയുള്ള ഇനിയുണ്ടോ ഇത് കൂട്ടുള്ള? ഇനി അടുത്ത സീസണിൽ ഇത് കൂട്ടുള്ള കുറെ ആൾക്കാരായിരിക്കും കൊണ്ടുവരുന്നത്. ഇതുപോലെയുള്ളതിനാണ് ഇനി ഒരു ബിഗ് ബോസിന്റെ സീസണിലും കൊണ്ടുവരില്ലേ. മതിയായി. ഇങ്ങനെയുള്ള കുറെ കണ്ടസ്റ്റൻസിനെ കണ്ട് നമുക്ക് മതിയായി. അപ്പൊ എന്താ സംഭവിച്ചെന്ന് നമുക്ക് പറയാം. ബിഗ് ബോസ് വീക്കിലി ടാസ്ക് കൊടുത്തു. ബോട്ടിൽ ഫാക്ടറി, അത് വീക്കിലി ടാസ്ക് കൊടുത്തായിരുന്നു. ബോട്ടിൽ ബിഗ് ബോസ് കൊടുക്കും. അതിനകത്ത് 2 ജ്യൂസ് ഉണ്ടാക്കണം. ജ്യൂസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഒരെണ്ണം ലെമണും ഒരെണ്ണം ഓറഞ്ച്. ലെമൺ ഉണ്ടാക്കുന്നതിന്റെ ഓണർ അനീഷ്, ഓറഞ്ച് ഉണ്ടാക്കുന്നതിന്റെ നിവിൻ. പിന്നെ ഇതിനകത്ത് ബോട്ടിൽ കളക്ട് ചെയ്യണം. ഈ കളക്ട് ചെയ്യുന്നത് 11 പേരുണ്ട്. അനു, ജിഷിന് ക്വാളിറ്റി ക്വാളിറ്റി ഇൻസ്പെക്ടർമാരാണ്. അവര് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ നമ്മൾ ബോട്ടിൽ എടുത്തോണ്ട് വരുമ്പോൾ ചളുങ്ങാതെ നല്ല വൃത്തിക്കും വീറിനൊക്കെ അത് വേണം എടുത്തോണ്ട് വരാൻ. എന്നിട്ട് ഈ ബോട്ടിൽ എടുത്തോണ്ട് വരുന്ന ആൾക്കാർ ഈ ബോട്ടിൽ ഓണർമാരുമായിട്ട് ഡീല് ഉറപ്പിച്ചിട്ട് അത് ഇത്ര സ്റ്റാറിനോ കോയിനോ ഒക്കെ വെച്ച് വാങ്ങിച്ചിട്ട് ഇവർക്ക് ഈ പൈസ കിട്ടണം. അതാണ് ടാസ്ക്. ഇത്രയും ടാസ്കിന് വേണ്ടി ഇന്നലെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? ഈ കുറെ ഗുണ്ടായസം കാണിക്കാൻ തന്നെ വന്നാണോ എന്നറിയാൻ പാടില്ല. ഈ അക്ബറിന്റെയൊക്കെ ഒരു നേച്ചറും ശരീരപ്രകൃതിയൊക്കെ കാണുമ്പോൾ തനി ഗുണ്ടായസം കാണിക്കാൻ വന്ന പോലെ തന്നെയായിട്ട് തോന്നുന്നു. എന്തൊരു അരോചകമായിരുന്നു പറഞ്ഞാൽ. അരോചകം എന്ന് പറഞ്ഞാൽ അരോചകത്തിന് വേറെ എന്തെങ്കിലും വാക്കോട്ടെ അത് പറയാം. അങ്ങനെ ആക്കി കളഞ്ഞു ടാസ്ക്. എന്താ നന്നായിട്ട് കളിക്കാവുന്ന ടാസ്ക് ആയിരുന്നു അറിയും. നമ്മുടെ നിവിനും അനീഷൂടെ ഇവര് ബോട്ടില് ഒരു ചാക്കിനകത്താക്കിയാ കൊണ്ടുവച്ചേക്കുന്നത്. ആരും ആ സാധനം ആദ്യം തന്നെ എടുത്തോണ്ട് ഓടുന്നു. ആരിന്റെ പുറകെ എല്ലാം കൂടെ ഓടുന്നു. ബിഗ് ബോസ് പറഞ്ഞാൽ അങ്ങനെയല്ല കളിക്കേണ്ട, തിരിച്ചു കൊണ്ടുപോക്കാൻ പറഞ്ഞു. തിരിച്ചു കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ബോട്ടിനെ ചാറ പറ എന്നെല്ലാം കൂടെ വാരി പെറുക്കി എടുക്കുക. അപ്പൊ അതിനകത്ത് അടപ്പ് പോവും, അതിന്റെ ബോട്ടിലെ ഷേപ്പ് പോവും, പോറും പെറുക്കും അതൊക്കെ ചെയ്യുന്നിട്ട് ഈ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയിട്ട് വേണം ആർക്കായി ഫാക്ടറി ഉടമകൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. അതിന് നല്ലത് നോക്കി ഡീൽ ഉറപ്പിച്ച് ഫാക്ടറി ഉടമകൾ എടുക്കുക. നിവിന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അനീഷ് കുറച്ച് സാധനങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇത് അടച്ച് ഇവര് ബോട്ടിലത്തെ സാധനം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അടച്ചു കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴും കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ കൊടുക്കേണ്ടത്. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണോ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം അങ്ങനെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനീഷ് ഇങ്ങനെ ഒഴിച്ചു തരുന്നത് അടപ്പൊന്നും കറക്റ്റായിട്ട് അടച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതിന്റെ പുറത്തൂടെ നാരങ്ങേന്റെ ജ്യൂസൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ക്യാപ്പ് വെക്കണമെന്നുണ്ടായിരുന്നു, ഹെയർ ക്യാപ്പ്. അനീഷ ഹെയർ ക്യാപ്പ് വെച്ചിട്ടില്ല. നിവിൻ ആർക്കോ വേണ്ടി കളിക്കുന്നെന്ന് പറഞ്ഞാൽ നിവിനൊന്നും താല്പര്യമില്ല. പിന്നെ എന്നാ കാണാനാ പൊക്കി പിടിച്ചോണം അതിനകത്തോട്ട് പോയെന്ന് ആർക്കറിയാം. അയ്യോ എന്റെ പൊന്നെ, ഒരു ടാസ്ക് കളിക്കാൻ പോലും താല്പര്യമില്ലാത്ത കുറെ എന്നെ നല്ല തെറിയാ പറ്റുന്നത് കുറെ കണ്ടസ്റ്റൻസ് എന്ന് പറയണം. മടുത്തുപോയി. എന്നിട്ട് അനു ജിഷിന് ഇച്ചിരി ലിബറലായിട്ട് എന്നാൽ കുഴപ്പമില്ല, എല്ലാവർക്കും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ വന്നാൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആളാണ്. അനുമോള് കറക്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് തന്നെയാണോ, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത അങ്ങനത്തെ ഒരാളായിട്ട് അനുമോൾ ഇരിക്കുന്നത്. അനുമോൾ ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും അംഗീകരിക്കുന്നില്ല. ജിഷൻ എന്നാൽ പോട്ടെ, കളികൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ടാക്കി കൊടുക്കാൻ നടക്കുന്നുണ്ട്. ജിഷ എന്നാണ് 4 എണ്ണം. അപ്പൊ അനുമോള് പുറത്തിരിക്കുന്നുണ്ട്. അനുമോള് ഞെക്കി നോക്കിയപ്പം അത് കുറച്ച് പുറത്തോട്ട് ചാടുന്നുണ്ട്. അപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാലും ജിഷ 4, 5 അങ്ങനെ അംഗീകരിക്കില്ലേ, 4 അംഗീകരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനുമോള് ഞെക്കി നോക്കിയിട്ട് ഈ വീഴുന്നതിനകത്ത് ഒരു ബോട്ടിൽ ഒഴിച്ച് അനുമോള് കളഞ്ഞു. അനുമോള് ടെസ്റ്റ്. അപ്പൊ അനുമോൾക്ക് കളയാം. അനുമോള് കളയുന്ന കണ്ടുകൊണ്ട് ബാക്കി നിന്നിരുന്ന ഈ നമ്മുടെ ബോട്ടിൽ കളക്ട് ചെയ്യുന്ന ഏജന്റുമാര് വന്ന് ബാക്കി എടുത്ത് കളയുന്നു. കുറെ ആദിലെ നൂറയ്ക്ക് ആ സാധനം കുടിക്കുന്നു, ആരിനെ കൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുന്നു, ബാക്കി മധുര വെട്ടി ഇവര് കുടിക്കുന്നു. എന്തൊക്കെ ഇവര് കാണിക്കുന്നത്? ഇതൊരു വീക്കിലി ടാസ്ക് ആണ്. ഇവര് പഴയ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടല്ലേ വന്നത്? പഴയ ബിഗ് ബോസിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നേക്കാലോ. ഇവര് പഴയ ബിഗ് ബോസ് കണ്ടിട്ടൊക്കെ അല്ലേ വന്നത്? എന്നിട്ട് ഇങ്ങനെയാണോ ടാസ്ക് കളിക്കുന്നത്? ഏത് ടാസ്ക് കൊടുത്താലും നശിപ്പിച്ച് കൈ കൊടുക്കുന്ന കുറെ കണ്ടസ്റ്റൻസ്.
അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ടാസ്ക് കാണാതെയും പെറുക്കാതെയും വന്നേക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് തിന്നണം എന്നുള്ള ഒറ്റ കട്ട് തിന്ന് ഇതുങ്ങൾ മാറ്റി ഇവർക്ക് കട്ട് തിന്നണമെന്ന് പറഞ്ഞാൽ ടാസ്ക് കളിക്കണമെന്ന കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് കട്ട് തിന്നണം, എങ്ങനെയും തിന്നണം, ടാസ്കിന് കൊണ്ടുവച്ച സാധനങ്ങളും തിന്നണം, അങ്ങനെ ഒരു ഇതായിപ്പോയി. എന്നാൽ ആ ടാസ്കിനകത്ത് ആകെപ്പാടെ ലാസ്റ്റ് ക്ഷമ കിട്ട നശിച്ചിട്ട് കസറി നല്ല രീതിയിൽ പെർഫോം ചെയ്ത അനീഷ് ലാസ്റ്റ് ബഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സ്റ്റാഫുകൾക്ക് എനിക്ക് വേതനം കൊടുക്കണം, എനിക്ക് ശമ്പളം കൊടുക്കണം, ഒരെണ്ണമെങ്കിലും എടുക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അനീഷിന്റെ സ്ട്രാറ്റജിയാണ്. പക്ഷെ എന്നാലും കുഴപ്പം ഒരു അത്യാവശ്യം ലാസ്റ്റ് ആയപ്പോൾ അനീഷിൻ്റെ ഒക്കെ പിടിവിട്ടുപോയിട്ട് അനീഷ് ആ സാധനമൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ആ മാതിരി ഇപ്പോൾ ബിഗ് ബോസ് എന്നിട്ട് കൺഫ്യൂഷൻ അല്ല ലിവിംഗ് റൂമിൽ എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തിയതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം അനുമോളും ഒന്നും അംഗീകരിക്കുന്നത് അല്ല, ജിഷിൻ പറഞ്ഞു 4 അംഗീകരിക്കാം, ഇവർ ഒന്നിച്ച് തീരുമാനം എടുക്കണം. അപ്പം 4 അംഗീകരിക്കാമെന്ന് ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേനും ബിഗ് ബോസ് വെച്ചാൽ ബോട്ടിൽ എന്ത് ചെയ്യുന്നു, ബോട്ടിൽ ബാക്കി എല്ലാവരും അടിച്ചു പൊട്ടിച്ചു, ബാക്കി ഏജന്റുമാരൊക്കെ കൂടെ അടിച്ചു പൊട്ടിച്ചു. പിന്നെ ബാക്കി ഇരുന്ന കുറെ പേര് കുടിക്കുന്നു, എടുത്ത് പാത്ത് വെക്കുന്നു, എന്തൊക്കെ സൈസ്. എന്നിട്ട് ആ ടാസ്ക് ബിഗ് ബോസ് റദ്ദാക്കി. 2ാമത് ടാസ്ക് കൊടുത്തപ്പോഴും ഇതേ മേളം, ഇതേ ബഹളം, ആ ടാസ്ക് റദ്ദാക്കി കളഞ്ഞു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസം വേണ്ടേ, ഒരു ടാസ്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു രസം വേണ്ടി, ഇതൊന്നുമില്ല. ഈ ഒനിയലിന് ഓടാനും പെറുക്കാനൊന്നും വയ്യ. ഒനിയലിൽ ഒരെണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ ഒനിയലിനെല്ലാം കൂടെ ചൂട് കയറ്റി അനുമോളോട് പറഞ്ഞു അങ്ങനെ കൊടുക്കരുത് ഇങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞു. അനുമോൾ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്നു, ഇച്ചിരി പോലും വിട്ടുവീഴ്ചയില്ലാണ്ട് നിൽക്കുന്നു. അത് ഒരു കണക്കിന് നോക്കുമ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. ചെക്ക് ചെയ്യാനായിട്ടായിരിക്കുന്നു. ഇവർ ചെക്ക് ചെയ്ത് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ആ ഫാക്ടറി മുന്നോട്ട് പോകുള്ളൂ, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറാണെന്നറിയാം. അപ്പോൾ അവർക്ക് ഇച്ചിരൂടെ നല്ല രീതിയിൽ അത് തുടച്ച് പെറുക്കി ബോട്ടിലൊക്കെ അടച്ച് കറക്റ്റ് ഫില്ല് ചെയ്തൊക്കെ ഇവർക്ക് കൊണ്ടുവരേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു ടാസ്കിനെ ഇവർക്ക് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ? ലൈവിനകത്തൊക്കെ ലാസ്റ്റ് ഞാൻ ലൈവ് നിർത്തി വെച്ചിട്ട് പോയി. എനിക്ക് അത്രയ്ക്ക് ചെവിക്ക് അരോചകമായി പോയി. നമ്മളെ തന്നെ വട്ടാക്കുന്ന രീതിയിൽ ഉള്ള പരിപാടികളായിരുന്നു ഇവർ ആ ടാസ്കിന്റെ സമയത്ത് കാണിച്ചു വെച്ചിരുന്നത്. അരോചകം. എൻ്റെ പൊന്നും ബിഗ് ബോസ് ഇനി 100 ദിവസം നടത്തില്ലേ വേണ്ടി ഈ പണ്ടാരങ്ങളൊക്കെ കൂടെ ഇറക്കി വിട്. അല്ല പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയുണ്ടോ അതിനകത്ത് അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ അലമ്പുണ്ടാക്കണം, എങ്ങനെ ടാസ്ക് അലമ്പിക്കളയാന്നുള്ളതിന് PhD എടുത്ത കുറെ സാധനങ്ങളാണ് ഇപ്പൊ വന്ന് കൂടിയേക്കുന്നത് ബിഗ് ബോസിനകത്ത്. ഇവർ തന്നെയാണ് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ ശാപമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇന്നും അടുത്ത ടാസ്കിന് 3-4 ഘട്ടമായിട്ട് നടക്കുന്ന ടാസ്കിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നും ഇതുപോലെ തന്നെയാണ്, ഇന്ന് പ്രമോയ്ക്കകത്ത് ഇതുപോലെ തന്നെയാണ്. വേറെ ഒന്നുമില്ല, ഇവർക്ക് വേറെ അറിയത്തില്ല. ഇവർക്ക് കുറെ കുത്സിതം പറയാനും കുറെ കട്ട് തിന്നാനും, അത് കഴിഞ്ഞു ടാസ്ക് എല്ലാം കഴിഞ്ഞ് കിച്ചടി വന്നിട്ട് വെജിറ്റേറിയൻ നോൺ വെജ് എന്നൊക്കെ പറഞ്ഞാൽ അതിനടി കൂടെ. ഇതിനൊക്കെ അല്ലാണ്ട് ഇവർക്ക് വേറെ ഒരു കാര്യം അറിയത്തില്ല. ഇവർക്ക് ഈ തിന്നാനും കട്ട് തിന്നാനും കുൽസിതം പറയാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് ആയി പോയി ബിഗ് ബോസിനെ കിട്ടിയേക്കുന്ന ഇത്തവണത്തെ. പഴയ ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച് കണ്ടുവന്ന കുറെ ആൾക്കാരുണ്ട്, അവരും കളിക്കുന്നില്ല.